السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. വിശുദ്ധ റമളാൻ ഷരീഫിലെ അതിപ്രധാനമായ ഒരു രാവിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത്, അഥവാ 27ാമത്തെ രാവ്. ധാരാളം ഹദീസുകളിലും മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും ഒക്കെ അഭിപ്രായപ്പെട്ടതനുസരിച്ച് 27ാമത്തെ രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാത്രി സംഭവിക്കുക എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായും രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തന്നെയും അതിലേക്ക് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്, അഥവാ മഹാന്മാരാകുന്ന മുഹഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് സൂറത്തുൽ ഖദ്റിലൂടെ പറഞ്ഞപ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്ന വാചകം 3 പ്രാവശ്യം ആവർത്തിച്ച് അല്ലാഹു തആല പറഞ്ഞു. ഒരു ലൈലത്തുൽ ഖദ്ർ എന്ന വാചകത്തിൽ 9 അക്ഷരങ്ങളാണുള്ളത്. അങ്ങനെ 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ 9 27. അപ്പോൾ 27ാം രാവാണ് ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുക എന്നതിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അല്ലാഹു തആല നൽകുന്നതെന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുക 27ാമത്തെ രാവിലായിരിക്കുമെന്ന് സ്വപ്നം കണ്ടപ്പോൾ അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടെ നിന്നും അത് അംഗീകരിച്ചു കൊടുക്കുന്നതായി ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർ പറയുന്നുണ്ട്, അന്ന റിജാല മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട ചിലർ ഉറൂ ലൈലത്തുൽ ഖദ്രി ഫിൽ മനാമി ഫി സബഇൽ അവാഖിർ, 27ാമത്തെ രാവിൽ ആണ് സംഭവിക്കുക എന്നവർ സ്വപ്നത്തിലൂടെ കാണിക്കപ്പെട്ടു. ഈ വിഷയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ വഖാല സല്ലല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറാ, ഞാൻ അഭിപ്രായപ്പെടുന്നു, റുയാകും ഖദ് തവാഅതത് ഫി സബഇൽ അവാഖിർ, 27ാമത്തെ രാവിലെ ആ ലൈലത്തുൽ ഖദ്റിനോട് നിങ്ങളുടെ സ്വപ്നം യോജിച്ചു എന്നതായി ഞാൻ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് ഫമൻ കാന മുതഹദ്ദിഹ ഫല്ലതഹറഹ ഫി സബഇൽ അവാഖിർ, ആരെങ്കിലും വിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ രാത്രിയെ ജീവസുറ്റതാക്കണം, ധന്യമാക്കണം, അത് മുതലെടുപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, ഇത്തികാഫിരുന്നു കൊണ്ട്, ദാനധർമ്മങ്ങൾ നൽകിയിട്ട്, സദഖകൾ ചെയ്ത്, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്ത്, അള്ളാഹുവിലേക്ക് തോപ് കൊണ്ടെടുത്ത്, അള്ളാഹുവിലേക്ക് മനസ്സൊരുക്കി ദുആ ചെയ്തുകൊണ്ടൊക്കെ ഈ രാത്രി പുലരുവോളം സൽക്കർമ്മത്തിലായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ അള്ളാഹുവിലേക്ക് കൂടുതലായി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ 27ാമത്തെ രാവിനെ അവർ അതിനെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹത്തായി ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി എന്നാണെന്ന് ധാരാളം ഹദീസുകളിലും വിശുദ്ധ ഖുർആൻ തന്നെയും ഓർമ്മപ്പെടുത്തിയ മഹത്തായ രാവ്, നല്ല സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ നമുക്ക് സാധ്യമാവണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. നിങ്ങളൊക്കെ വിലപ്പെട്ട ദുആയിൽ പാവപ്പെട്ട എന്നെയും കുടുംബത്തെയും ഈ രാത്രിയിൽ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.